ഏവർക്കും ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, പണ്ട് അപ്പൂപ്പൻ പറഞ്ഞ കാര്യം. ദുഃഖവെള്ളിയാഴ്ച ക്രിസ്തു മരിച്ചതിന് ശേഷം ഈസ്റ്ററിന്റെ ഉയർപ്പ് വരെ ഈശോ ആർക്കും കൊടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈസ്റ്റർ ദിവസമായതുകൊണ്ട് ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയാണ് ഈസ്റ്റർ എന്നാൽ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകവും വാഗ്ദാനത്തിന്റെ നിറവേറ്റലും ആണ് ഈസ്റ്റർ. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഈസ്റ്റർ ആശംസകളുടെ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്മസ് യുഗങ്ങളുടെയും ക്രിസ്തുവിന് മുമ്പുള്ള ജനതകളുടെയും പ്രതീക്ഷയായിരുന്നെങ്കിൽ ക്രിസ്തുവിനോടൊപ്പവും ക്രിസ്തുവിന് ശേഷമുള്ളവരുടെയും പ്രത്യാശയാണ് ഈസ്റ്റർ എന്നാൽ. ഈസ്റ്ററിലേക്ക് നാം എത്തേണ്ടതും ദുഃഖവെള്ളിയുടെ സ്മരണകളിൽ നിന്നാണ്. ഞാനും തുടങ്ങുന്നത് ദുഃഖവെള്ളിയിലൂടെ തന്നെയാണ്. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ദുഃഖവെള്ളികളും ഈസ്റ്ററുമാണ്. ഈസ്റ്റർ അനുഭവങ്ങളിലൂടെ തീർത്ഥാടനം ചെയ്യുന്നവരാണ് ഓരോ ക്രൈസ്തവനും. ഓരോ കൂദാശകളിലും നിറയുന്നതും ഈശോയുടെ മരണവും പുനരുത്ഥാനവും ആണെന്ന് അറിയുക. ഓരോ ദുഃഖവെള്ളിയും നമ്മൾക്ക് പെസഹ അനുഭവമാണ് നൽകുന്നത്, അതായത് കടന്നുപോക്ക് അനുഭവം. മൂന്നാം നാളിൽ ഉയർക്കുമെന്ന പ്രത്യാശ നമ്മിൽ ജനിപ്പിച്ചുകൊണ്ടാണ് ഈശോ മരണത്തിന് കീഴടങ്ങിയത്. കണ്ടും കേട്ടും അനുഭവിച്ചും എപ്പോഴും കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് പോലും അത് വിശ്വസിക്കാനോ അതെല്ലാം ഉൾക്കൊള്ളുവാനോ ആകുമായിരുന്നില്ല. കാലങ്ങൾ കടന്നു പോകവേ നാം അത് തിരിച്ചറിഞ്ഞു. ദുഃഖങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും വേദനകളും വേരലുകളും അപഹാസ്യങ്ങളും അപമാനങ്ങളുമാകുന്ന കഷ്ടപ്പാടുകളുടെയും വിഷമതകളുടെയും കാലവും നമ്മെ ഒരിക്കൽ കടന്നു പോകും. അതൊരു പക്ഷേ മൂന്നാം നാൾ ആയിരിക്കില്ലെന്ന് മാത്രം. എങ്കിലും ഇതെല്ലാം നടന്നു പോകും, നമ്മെ കടന്നു പോകും എന്ന പ്രത്യാശ നമ്മിൽ നിറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ ദിവസം നമ്മെ നൊമ്പരപ്പെടുത്തിയ പെസഹ വ്യാഴാഴ്ചയുടെ രാത്രിയും ദുഃഖവെള്ളികളും ദുഃഖശനിയും ആകും. ഈശോയുടെ സംസ്കാരത്തിനായി ആ കല്ലറയുടെ മുന്നിൽ വരെ നാം കണ്ണീരണി ചെല്ലുമ്പോൾ, ശിരസ് നമിച്ച് എല്ലാം കൈവിട്ടവനെ പോലെ നിൽക്കുമ്പോൾ ഇനി എന്ത് എന്ന ചിന്തയാൽ നിരാശയോടെ അവിടെ നിന്ന് മടങ്ങുമ്പോൾ തിരിച്ചുവരവിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഒരു പ്രത്യാശ നമ്മിൽ ദൈവം ജ്വലിപ്പിക്കും. എല്ലാം അവസാനിച്ചെന്ന് കരുതുന്നിടത്തുനിന്നുള്ള പുതിയൊരു തുടക്കം. കോടാനുകോടികൾ ആ ജ്വലനം ഹൃദയത്തിലും ജീവിതത്തിലും ഏറ്റുവാങ്ങിയിട്ടുള്ളവരുമാണ്. ഈശോയുടെ ഉയർപ്പ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെത് മാത്രമല്ല, മാനവരാശിക്ക് മുഴുവനായി സർവശക്തനായി ദൈവം നൽകുന്ന പ്രത്യാശയാണ് ഈസ്റ്റർ. ഇന്നില്ലെങ്കിൽ നാളെ ഞാനും നമ്മളും നമ്മളാലും മറ്റുള്ളവരാലും സംസ്കരിക്കപ്പെട്ടെടുത്തുനിന്ന് ഉയർത്തപ്പെടും. ദൈവിക കരങ്ങളാൽ, ദൈവിക ഇടപെടലുകളാൽ. ഏവർക്കും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഈസ്റ്റർ ആശംസകൾ ഞാനും എൻ്റെ കുടുംബവും ഈ വൈറ്റ് ബോർഡ് എന്ന ചാനലും നിങ്ങൾക്കായി ഈസ്റ്റർ ആശംസകൾ നൽകിയാണ്. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ. ഈ ഈസ്റ്റർ അനുഭവം എപ്പോഴും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഏത് മണിക്കൂറിലും ഏത് മിനിറ്റിലും ഏത് സെക്കൻഡിലും ആ അനുഭവങ്ങളിലാണ് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ജീവിതം. ഓക്കെ, താങ്ക് യു.